ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണിത്. ഞാൻ ഷോർട്സൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ്. ഓരോരോ തിരക്കുകൾ എല്ലാവർക്കും കാണും. നിങ്ങളുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന് കാണുക കേട്ടോ. കൂടെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. രാവിലെ 6:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൂരിയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിനായിട്ട് കുക്കറിൽ കടല നന്നായി വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ റെസിപ്പീസ് ഒന്നും ഇടാത്തത്. പൂരിക്ക് നമ്മൾ കടലക്കറി വെക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വെക്കാൻ നോക്കുക, എങ്കിലേ നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ക്ലൈമറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ആണ്. നല്ല മഴ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. തുണികളൊന്നും അലക്കിയിട്ടാൽ തന്നെ ഉണങ്ങുമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. മഴ വരുന്ന സമയം തന്നെ എനിക്ക് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ഞാൻ വലുതായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഡെയിലി വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസും മാത്രമേ ഉള്ളൂ. വരുന്ന വീഡിയോസിൽ ഞാൻ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ വലിയ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് അടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വൈറ്റ് കളറുള്ളത് എനിക്കിഷ്ടമല്ല, ഈ കളർ ഉള്ളതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നല്ല മധുരവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ അലക്കാൻ നമ്മൾ വാഷിംഗ് മെഷീനിൽ സർഫ് പിന്നെ ലിക്വിഡ്സൊക്കെ ഒഴിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള വാഷിംഗ് ക്യാപ്സ്യൂൾ നല്ല ട്രെൻഡിങ്ങിൽ പോകുന്നുണ്ട്, നല്ല സ്മെല്ലാണ് എന്നൊക്കെയാണ് ഞാൻ റിവ്യൂ കണ്ടത്. എന്തായാലും ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ ഇട്ടേക്കാം. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറിയാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും ഇടാത്തത് സാധാരണ എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഇടാത്തത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാറും മഴയൊക്കെ ഉള്ള ക്ലൈമറ്റാണ്. മോസ്റ്റ്ലി ഇപ്പോൾ കൂടുതലും ഒരു 2 വീക്സ് ആയിട്ട് നല്ല മഴ തന്നെയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. മഴ കാരണം തന്നെ അലക്കാനുള്ള ഡ്രസ്സൊന്നും തന്നെ അലക്കുന്ന പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് കുക്കിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പണി. പുറത്തോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ കാരണം. പുറത്തെവിടെയെങ്കിലും പോകാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മുന്നേ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. വലുതായപ്പോൾ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ കൂടെ തന്നെ അതും വലുതായിട്ടുണ്ടായിരുന്നു. ഈവനിങ് ടൈമാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത്. ഏകദേശം 4:30 മണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ. എന്തായാലും വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ചായ കുടിക്കണം. അത് മഴ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പം തന്നെ കുടിക്കാനുള്ള കൊതി വരും. നല്ല മഴയൊക്കെയാണ്. മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. ഏറ്റവും മുകളിലത്താണ് കയറി നിൽക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. നാച്ചുറൽ അങ്ങനെ നമുക്ക് അത് കണ്ട് നിൽക്കാൻ നമുക്ക് തോന്നും. ആ മഴയും വെള്ളവും മഞ്ഞിലും ആകാശവും മഴയും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ നല്ല ചൂട് ചായയൊക്കെ വെച്ച് കുടിക്കുകയായിരുന്നു കേട്ടോ. പ്രകൃതി നമുക്കൊരു മരുന്നാണ്, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയും ഒരു മരുന്നാണ്. നമുക്കൊരു സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ മഴ പെയ്യുമ്പോൾ വീടിനുള്ളിൽ തന്നെ നമ്മൾ കിടക്കാണ്ട് പുറത്തോട്ടൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും. നമ്മൾ വ്ളോഗിൻ്റെ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.